നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത പ്രശ്നം എന്താണാവോ? ജില്ലാ കമ്മിറ്റി വിളിച്ചിരിക്കുന്ന പോലെയാണല്ലോ. എന്ത് ചർച്ചയാണാവോ? അമ്മേ, ഇങ്ങേരെല്ലാരും വിളിച്ചു വരുത്തിട്ടെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള സൈലൻസ് ആടാ. ഓ, നിന്റെ കല്യാണത്തിന് ഇനിയും തടസ്സം പറഞ്ഞ വിടില്ല ഞാൻ. അരവിന്ദന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അരവിന്ദന്റെയും ശ്രേയയുടെയും കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. മാഷ് ജീവിതത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ഒന്നാം തവണ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്, രണ്ടാമത്തത് ശ്രേയയുടെ അരവിന്ദന്റെയും കല്യാണത്തിന് സമ്മതിച്ചത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി. സന്തോഷിക്കാൻ വരട്ടെ ആമേ, ഞാൻ പറഞ്ഞു തീർന്നില്ല. മാഷ് കല്യാണത്തിന് സമ്മതിച്ചതല്ലേ, ഇനി എന്തു പറയാനാ? പറയാനുണ്ട് ഹേമേ. കല്യാണം നടത്തുന്നതിന് മുമ്പ് എനിക്ക് ചില നിബന്ധനകളുണ്ട്. എന്ത് നിബന്ധന? ഞാൻ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയ എല്ലാ സ്വത്തും തിരിച്ചെനിക്ക് എഴുതിത്തരണം. അമ്മാവും വലിയളിയനും അപ്പച്ചിക്കും ചെക്ക് വച്ചല്ലോ. മാഷേ, നിങ്ങൾ എന്താ പറഞ്ഞത്? നീ ഒന്നും മിണ്ടായിരിക്കേ. മാഷേ, ഇതിന്റെ പേര് നിബന്ധന എന്നല്ല, മുതലെടുപ്പെന്നാണ്. ആണോ? അന്ന് എന്റെ സ്വത്ത് എഴുതി വാങ്ങിയപ്പോ അതൊന്നും മുതലെടുപ്പായി തോന്നിയില്ലേ? ഞാൻ എന്തിനു വേണ്ടിയാ സ്വത്ത് എഴുതി തന്നത്? അത് നടന്നില്ലല്ലോ. അപ്പൊ ഇവൻ ചെയ്യേണ്ടത് എന്താ? അത് തിരികെ എഴുതി തരണം. അതല്ലേ അതിന്റെ ശരി. അതിവൻ ചെയ്തില്ല. ഈ കല്യാണം ഭംഗിയായി നടക്കണമെങ്കിൽ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ തിരികെ എഴുതിത്തരണം. തന്നില്ലെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് നടത്താനും സമ്മതിക്കില്ല. ഭീഷണിയാണോ മാഷേ? നിങ്ങൾ ഈ കല്യാണം നടത്തി തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ അത് നമുക്ക് കാണാം. എന്റെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് എനിക്കറിയാം. എന്റെ മോനെ അറിയാലോ. ശരി, നടത്തി കാണിക്കേ, ഞാനത് കാണട്ടെ. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്റെ കല്യാണം മുടക്കാനാണ് തീരുമാനമെങ്കിൽ നടക്കില്ല. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ശ്രേയ നിന്നോട് കല്യാണം കഴിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ? നീയല്ലേ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എടാ അരവിന്ദേ, അത്യാവശ്യം ബുദ്ധിയൊക്കെ നിനക്കുണ്ടല്ലോ. അല്ല, അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. ആലോചിച്ച് നോക്ക്. നിനക്ക് ഈ നാട്ടിലൊരു മേൽവിലാസം ഉള്ളത് ബാലം മാഷയുടെ മോനെന്നുള്ളത് മാത്രമാണ്. അതും ഇല്ലാതായ ഒരൊറ്റ ആള് പോലും നിന്നെ വകവയ്ക്കില്ല. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇയാള് വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലേ എന്ന്. നടക്കില്ല മോനെ. ഞാനില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരാൾ പോലും നിന്റെ കല്യാണത്തിനുണ്ടാവില്ല. അത് നീ മനസ്സിലാക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു.
ഇനി നിന്റെ ഇഷ്ടം, നിന്റെ തീരുമാനം. വല്ല അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി കല്യാണം നടത്ത്. പക്ഷേ എടാ അമ്മ കേട്ടില്ലേ? ഇയാൾ ഇഷ്ടത്തിന് സംസാരിച്ചോണ്ടിരിക്കുന്നേ. നീ വന്നേ, ഞാൻ പറയട്ടെ. എന്തു പറയാനാ? വാടാ, ഇങ്ങോട്ട് വാ. വരാൻ. അയാൾ പറഞ്ഞ് നമ്മ കേട്ടില്ലേ? എടാ നീ ബഹളം വെക്കാതെ. ഒന്ന് പോവമ്മേ. ഓരടവായിട്ട് വന്നിരിക്കുക. അതൊക്കെ ആ തുണിക്കച്ചവടക്കാരോട് കാണിച്ചാൽ മതി എന്ന് പറ. എടാ ഞാൻ പറയുന്നത് നീ സമാധാനായിട്ടൊന്ന് കേക്ക്. ഇനി അമ്മയ്ക്കെന്താ പറയാനുള്ളേ? എന്റെ കല്യാണക്കാർ അയാൾ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനിടയ്ക്ക് അയാൾ പറഞ്ഞു കേട്ടില്ലേ, സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കാൻ. സ്വത്തൊന്നും എനിക്ക് ജീവനോടത്തോളം കാലം ഞാൻ തിരിച്ചെഴുതി കൊടുക്കില്ല. എടാ നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം. ബുദ്ധി കൊണ്ട് വേണം നമുക്കിതിൽ കളിക്കാൻ. എടാ എടുത്തു ചാടി നമ്മുടെ പ്ലാനൊന്നും തെറ്റിക്കല്ലേ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? എടാ ഇപ്പൊ നിന്റെ കയ്യിലുള്ള സ്വത്തിനേക്കാൾ വലിയ സ്വത്താണ് ശ്രേയ. ആ വലിയ സ്വത്ത് നിനക്ക് കിട്ടാൻ പോവല്ലേ. പാടവും പറമ്പും ഒക്കെ നിനക്ക് എന്തിനാ? മനസ്സിലാവുന്ന രീതിയിൽ പറ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്വത്തൊക്കെ നിന്റെ അച്ഛന്റെ പേരിൽ തിരികെ എഴുതി കൊടുത്തു വെക്ക. ആ സ്വത്തൊക്കെ എങ്ങോട്ട് പോവും? എടാ നിന്റെ ഒരു പങ്ക് നിനക്കും കിട്ടില്ലേ? എടാ ഇപ്പൊ മണ്ടത്തരം കാണിച്ച് ശ്രേയ കൈവിട്ടു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. മാഷ് നിന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യാ. അയാൾ കല്യാണം നടത്തിയില്ല എന്താ? എന്റെ കല്യാണം നടക്കൂലേ? ഇല്ല. കല്യാണം എന്ന് വെച്ചാൽ എന്താന്നാ നിന്റെ വിചാരം? ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ പങ്കെടുക്കുന്നതാ കല്യാണം. എടാ മാഷ് ഈ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും പങ്കെടുക്കില്ല. എന്തിനാ? നിന്റെ കൂടെ പറഞ്ഞ ആകാശോ അശ്വതി അനുവോ പോലും കല്യാണത്തിന് പങ്കെടുക്കില്ല. എടാ മക്കളെ, നിന്റെ കല്യാണം ഉത്സവം പോലെ നടക്കണം. ആരും ഇല്ലാത്തൊരു കല്യാണം അത് നിനക്ക് വേണോ? എടാ അത് മാത്രമല്ല, നീയുമായിട്ടുള്ള കല്യാണത്തിന് ശ്രേയ സമ്മതിച്ചത് ആകാശിനോടും ചാരുവിനോടും പകരം വീട്ടാൻ വേണ്ടിയാ. ഇത് അവള് തന്നെ വെട്ടൊന്നു മുറി രണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതാ. ഈ വീടിപ്പം നിന്റെ പേരിലാ. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് മാഷ് ഇറങ്ങിപ്പോയാ മാഷിന്റെ പിന്നാലെ തുണിക്കച്ചവടക്കാരി ആകാശം പോവും. പിന്നെ ശ്രേയയുടെ ഉദ്ദേശമൊന്നും നടക്കില്ല. ശ്രേയ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ തുണിക്കച്ചവടക്കാരിയും ആകാശം ഈ വീട്ടിലുണ്ടാവണം.